ഹായ് സുഹൃത്തുക്കളെ, എന്താ അവസ്ഥ? ഉഷാറുള്ള കാര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഇനി ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല റേഞ്ച് ഉണ്ട്. യൂട്യൂബ് വീഡിയോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു നമ്മൾ ഓട്ടോ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 135ഓളം ദിവസങ്ങളായി രാജസ്ഥാനിലുള്ള ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ പല ദിവസങ്ങളിലും മറന്നു പോവാണ്. കാരണം യൂട്യൂബ് വീഡിയോ ഇപ്പോൾ 2 മാസമായിട്ട് നിർത്തി വെച്ചതുകൊണ്ടേ യൂട്യൂബ് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നല്ലോ, അല്ലേ ചെയ്യണം, നിങ്ങളോട് എത്തിക്കണം എന്നുള്ള മൈൻഡിൽ നിന്ന് പോവാണ്. എന്നിട്ട് എല്ലാ ദിവസവും ഉച്ചൻ്റെ ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ അത് ഓർമ്മ ഉണ്ട്, അയ്യോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. ഒന്നും വിചാരിക്കരുത്, ഓർമ്മയുള്ള ദിവസങ്ങളിലൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്ന പോലെ കണ്ട് തലേന്ന് ജസ്റ്റ് എല്ലാ ദിവസവും രാത്രി നിന്ന് ആരെങ്കിലും ഒന്ന് ഓർപ്പിക്കണേ, നാളെ എന്തായാലും യൂട്യൂബ് വീഡിയോ വേണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നീട് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൈൻഡിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ അപ്പോൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് പറയണം, നമ്മളെന്തായാലും മറച്ചു വെക്കണം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മളെ ഓട്ടോ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്ന ജാവിദ് അബ്രുദാക്കണു, നമ്മളെ നൗഫൽ ബായ് ഉണ്ട് ബാക്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോ യാത്ര ജയ്പൂരിൽ നിന്ന് ഇവിടെ വാങ്ങി കിഷൻഗഡിലാണ് ഇപ്പോൾ ഉള്ളത്. കിഷൻഗഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലം മാർബിളിൻ്റെ പാറകൾ കൊണ്ട് മഞ്ഞുമല പോലെ നിങ്ങൾക്ക് തോന്നും. ഇതിൻ്റെ ചുറ്റും ഞാൻ കാണിച്ചു തരാം. നമ്മളെ കൽബ് എന്ന് പറഞ്ഞ മൂവിയിൽ ക്ലൈമാക്സിലെ 1-2 സീനുകൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ഹെലിപാഡ് ഉണ്ട്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ചെറുക്കന്മാർ പുള്ളിക്കാണ്. അപ്പോൾ സ്ഥലം ഇതാണ് ഇതിൻ്റെ ലെവല്. മാർബിൾ പാറ കട്ട് ചെയ്തിട്ടുണ്ടില്ലേ, അടിപൊളി സ്ഥലം പറഞ്ഞു നോക്കിയാണ്. ഒരു രക്ഷയില്ല. മഞ്ഞും കട്ട നിൽക്കണ മാതിരിയാണ് നിൽക്കണത്. ഇത് മാർബിളിൻ്റെ പൗഡർ കൊണ്ടുവന്നിട്ട് ആയിപ്പോയതാണിത് ഇങ്ങനെ. പക്ഷേ പിന്നീട് ഇവർ ഇതെന്താ ചെയ്ത് ആളുകളിങ്ങനെ വന്ന് തുടങ്ങിയപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയതാണ്. വെള്ളം കണ്ടുകൊള്ളട്ടെ, മാർബിൾ പാറൻ്റെ ഗ്യാപ്പിൽ വെള്ളം നിൽക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടി മക്കളെ, ഒരു രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ്. ഓ മോനെ നോക്കിയാണ്, ഇതാണ് ഇതിൻ്റെ ലെവല്. അത് നോക്കിയാണ് നിങ്ങളത്, അതിലൊരു ചൊറുക്ക് വേറെ ലെവൽ, ഒന്നും പറയല്ല. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. ഒരു ഹെലിപാഡ് ഉണ്ട്. ആള് നോക്കി ഏതാ മുതലേ നിൽക്കണേ. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ബ്യൂട്ടി അല്ലത്, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇത് ഇവിടെ തന്നെ വരണം. രാജസ്ഥാനിൽ ജയ്പൂരിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കിഷൻഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മാർബിളിൻ്റെ കോറിയാണത്. ആക്ച്വലി മാർബിളിൻ്റെ കോറി ഒഴിവാക്കിയ കോറിയാണ്. ഇതിനൊരു ബ്യൂട്ടി വന്നപ്പോൾ ഇവർ ഇത് ടൂറിസമാക്കി മാറ്റിയതാണ്. നിലവിൽ ചെറിയൊരു പെർമിഷൻ എടുക്കാനുള്ളൂ, വേറെ ടിക്കറ്റ് റേറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് മാർബിളിൻ്റെ ഒരു കോട്ടയാണ്, മാർബിളിൻ്റെ ഏരിയകളാണ്. കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അപ്പുറത്തും ഇതേമാതിരി അടിപൊളി സംഭവമാണ്. അങ്ങനെ ഇതുപോലെ സെക്യൂരിറ്റീസ് ഉണ്ട്. ഇപ്പോഴും നല്ല ആളുണ്ട് കേട്ടോ. രാവിലെ അല്ല, ഉച്ചക്ക് 1 മണിയാണ് ഇപ്പോൾ സമയം. താങ്ക്സ് ഫോർ വിസിറ്റ് കിഷൻഗഡ് മാർബിൾ അസോസിയേഷൻ. ഫോട്ടോസ് എടുക്കാനും ഈവനിങ് വൈബിനൊക്കെ നല്ല തണുത്ത കാറ്റുണ്ട്. പെരുന്തണുപ്പൊന്നല്ല, ചെറിയൊരു തണുത്ത കാറ്റ്. നല്ല ചൂടാണ് നിലവിൽ ശരിക്കും ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയണം കേട്ടോ. അടിപൊളി സംഭവം. ഞാൻ ഒരു ഫോട്ടോസ് എടുത്തോട്ടെ കേട്ടോ. ആസിഫോ ഒരു ഫോട്ടോ എടുത്തിരും ഇവിടെ നിന്ന് ഇങ്ങനെ. അങ്ങനെ നമ്മൾ താഴെ ഭാഗത്ത് എത്തിക്കാണ് കേട്ടോ. നമ്മൾ മാർബിൾ കോറിയുടെ പാറൻ്റെ എന്താ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് നമ്മുടെ കൽബ് എന്ന് പറഞ്ഞ മൂവിയിലെ ഞാൻ പറഞ്ഞ ക്ലൈമാക്സിലെ ചെറിയൊരു ഷോട്ട്സൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ വെള്ളവും ആ ചെറിയ 2 വെള്ളക്കെട്ട് അതിൻ്റെ നടുവിലുള്ള ചെറിയൊരു പ്ലേസ് ഇങ്ങനെ കണ്ടില്ല നിങ്ങൾ, ആ സംഭവമാണ്. ഇവിടെ പക്ഷെ നല്ല ചൂടുണ്ട്, പിന്നെ പക്ഷെ എന്നാലും ചെറിയ കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, ഫാമിലീസും കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ല. കണ്ട ഒരുപാട് ആളുകളുണ്ട്. ഈ സ്ഥലം നോക്കിയാൽ എന്താലേ ഭംഗി. ഒരു ആ കൽബ് മൂവിയിൽ തന്നെ ഇത് ഇവിടെ നിന്നുള്ള ഷോട്ട് അവർ അതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത് സ്വർഗത്തിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുന്നതാണ്. അതായത് ഒരു സ്വർഗത്തിന് പകരമായിട്ടാണ് ഈ സ്ഥലം പ്ലേസ് ചെയ്യണത്. ആ മൂവിയിൽ സ്വർഗമായിട്ടാണ്, പകരമല്ല, സ്വർഗമായിട്ടാണ് ഈ സ്ഥലം അവർ പ്ലേസ് ചെയ്യണത്. അപ്പോൾ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഒരു റേഞ്ച് നോക്കി നിങ്ങൾ, അത്ര ബ്യൂട്ടി ആയിട്ടല്ലേ നോക്കിയാണ്, ഒരു രക്ഷയില്ല. കുട്ടികൾ നോക്കി വെള്ളത്തിൽ കളിക്കണം, ചോട്ടാപ്പിയാൾ. വെള്ളം അത്ര നല്ല നീല കളറ് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്തൊരു പതപതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വലിയൊരു നല്ല വെള്ളമാണ് എനിക്ക് തോന്നുന്നില്ല, അഴുക്കുണ്ട്. ഇത് കുറച്ചൊക്കെ ആയുണ്ട്, എനിക്ക് തോന്നുന്നു ഒരാളായൊക്കെ ഉണ്ട് ഇവിടെ കണ്ടിട്ട് തോന്നുന്നു. അവിടെ ഫോട്ടോഷൂട്ടാണ്. ആശ നടന്നിട്ട് നോക്കി, കിൻഡൽ വർക്കി ഇബ്രുവാണ് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ചളി പൂളോ
അങ്ങനെ ചെങ്കള നമ്മൾ മാർബിളിൻ്റെ കോറിയിൽ നിന്നൊക്കെ വന്ന് സ്നോൻ പോലുള്ള അങ്ങനത്തെ കോറിയിൽ നിന്നൊക്കെ വന്ന് കണ്ട് ഇപ്പം ഇങ്ങനെ ടെറസിൻ്റെ മേലാണ് എവിടെ നമ്മളെ കിഷൻഗഡ് നമ്മൾ ആസിഫ് ബ്രോൻ്റെ റൂമിൻ്റെ ഏറ്റവും ഹൈറ്റിൽ. ഇപ്പോൾ സമയം എത്ര നിങ്ങൾക്ക് 8 മണി. നിങ്ങൾക്ക് പറഞ്ഞാൽ അതാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം. പല വീഡിയോസുകളും നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഫുഡ് കഴിക്കലൊക്കെ മിസ്സായി പോകുന്നുണ്ട്, ഓർമ്മ കുറവുകൊണ്ട് തന്നെ. ഇങ്ങനെ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ചാലായിട്ട് കാണാം. അപ്പോൾ 8 മണിയാണ് ഇപ്പോൾ സമയം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. അത് നോക്കിയാണ് നിങ്ങൾ 8 മണിക്കത്തെ രാജസ്ഥാനാണ് ഈ കാണുന്നത്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ കിഷൻഗഡ് ജയ്പൂരിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഷൻഗഡ് ടൗണാണ് ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ പിന്നെ മാർബിളുകൾ വർക്ക് ഉള്ള ഒരു അങ്ങാടി ഏരിയ. 1500ഓളം ഫാക്ടറികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇവിടെ. 1500ഓളം. നമ്മളിന്ന് 1-2 മാർബിളിൻ്റെ ഫാക്ടറിയിൽ പോയി നോക്കി. ഇറ്റാലിയൻ മാർബിളായിക്കോട്ടെ, ഒരുപാട് തരം മാർബിളുകൾ. നമ്മൾ അന്തം വിട്ടുപോകും. ഈ സെറ്റപ്പുകളാണ്. ഇതാണ് ഇവിടുത്തെ 8 മണിൻ്റെ കാഴ്ച.